ഹായ് ബോയ്സ്, ആദ്യത്തെ വീഡിയോ ഇട്ട ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നിരുന്നത് ഡേ സ്പ്ലിറ്റ് ഇടുമോ എന്ന് ചോദിച്ചിട്ടായിരുന്നു. പക്ഷേ അതിനെപ്പറ്റി പറയുന്നതിന് മുമ്പ് കുറച്ച് കാര്യമൊന്ന് മനസ്സിലാക്കണം. ഞാൻ എന്തിനാണ് ഈ ഡേ സ്പ്ലിറ്റ് സെറ്റ് ചെയ്തത്? അതായത് 10-10-10 എന്നുള്ളൊരു സെറ്റപ്പ്. ഈ ബിസി ലൈഫിൻ്റെയും വർക്ക് ലൈഫിൻ്റെയും ഇടയിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് പലപ്പോഴും സമയം കിട്ടാറില്ല. പലരും ജിമ്മിൽ പോണത് വിട്ടുപോകണതും അല്ലെങ്കിൽ മടിക്കുന്നതിൻ്റെയും കാര്യം ഈ ബിസി ലൈഫിൻ്റെ ഇടയിൽ അതിനുള്ള സമയം കണ്ടെത്താൻ പറ്റണില്ല. അപ്പോൾ ദാണ്ടടാ ഒരുത്തൻ 3.5 മണിക്കൂർ കൊണ്ട് ഒരു അടിപൊളി ശരീരം ഉണ്ടാക്കാമെന്നും പറഞ്ഞ് വീഡിയോ ഇട്ടിരിക്കണം. എന്നാൽ പിന്നെ അത് കണ്ടാളെ അങ്ങനെ ഉള്ളത് കൊണ്ടാണ് മാത്രമാണ് ആ വീഡിയോ ഒന്ന് കുറച്ചെങ്കിലും ഒന്ന് പച്ച പിടിച്ചത്. കാര്യം ഞാൻ ഒരു തുടക്കക്കാരനാണ്. അപ്പോൾ എന്നെ വെച്ച് സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത്രയും വ്യൂ അതിൽ കിട്ടണമെന്ന് പറഞ്ഞാൽ വളരെ വലിയ കാര്യമാണ്. അപ്പോൾ എനിക്കതിൽ നിന്ന് മനസ്സിലായ ആളുകൾക്ക് ഇത്രയും വർക്കൗട്ട് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്, പക്ഷെ സമയം കണ്ടെത്താൻ പറ്റണില്ല. അപ്പോൾ ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിന്നും തമ്മിലിൽ നിന്നും മനസ്സിലായി കാണും, ഒരു 3.5-4 മണിക്കൂർ മാത്രം ആഴ്ചയിൽ ഇത്രയും സ്പെൻഡ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു നല്ല ശരീരം ഉണ്ടാക്കിയെടുക്കാം. കമ്പയർ ടു ദാറ്റ് 2-3 മണിക്കൂർ ഒരു ദിവസം സ്പെൻഡ് ചെയ്തുകൊണ്ട് അങ്ങനെയുള്ളൊരു ശരീരമായി പോവാതെ. പലരും വിചാരം ഇത്ര കുറഞ്ഞ സമയം എന്ന് പറയുമ്പം എളുപ്പമാണെന്ന് വിചാരിക്കും. പക്ഷെ കുറഞ്ഞ സമയം എളുപ്പമല്ല. കുറഞ്ഞ സമയവും പാടാണ്, മറ്റേ സമയവും പാടാം. എൻ്റെ ഈ ടൈം ടേബിളിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഓഫ് ദ റെപ്സ് ആണ്, സെലക്ഷൻ ഓഫ് ദ വെയിറ്റ് ആണ്, പ്രോഗ്രസീവ് ഓവർലോഡ് ആണ്. ക്വാളിറ്റി ഓഫ് ദ റെപ്സ് എന്തെന്ന് നോക്കാം. There's no resistance, so there's no need to do a static hold. He's going to go 4 seconds up, 1001, 1002, 1003, 1004. Take a deep breath at the top and go down slow. അണ്ണൻ വർക്കൗട്ട് ചെയ്യണ കണ്ടല്ല, ഒരു പെർഫെക്റ്റ് ബൈസെപ്സ് കേൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അങ്ങേരിട്ടിരിക്കുന്ന വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വെയിറ്റ് ഒന്നും കാണില്ല. മാക്സിമം പോയാൽ ഒരു സൈഡിൽ 15 കിലോ അങ്ങനെ കാണും. ഒരു വേസ്റ്റേജ് ഓഫ് മൂവ്മെന്റ് അവിടെ ഇല്ല. നമ്മൾ ഇങ്ങനെ ആയുന്നില്ല, നമ്മൾ മുന്നോട്ടായുന്നില്ല, ഇങ്ങനെ വാരി എറിയുന്നില്ല. കറക്റ്റ് മൂവ്മെന്റ് ഇങ്ങനെ ആയിരിക്കണം ഒരു ക്വാളിറ്റി റെപ്പ് ഫോം ചെയ്യേണ്ടത്. റെപ്പിന്റെ ക്വാളിറ്റി എത്ര കൂടിയിരിക്കുന്നോ നമുക്ക് ഒരുപാട് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ പ്ലാനിൻ്റെ ഫൗണ്ടേഷൻ തന്നെ ക്വാളിറ്റി ഓഫ് ദ റെപ്സിലാണ് ഇരിക്കുന്നത്. ഏതൊരു വർക്കൗട്ട് ഞാൻ എടുത്താലും അത് മാക്സിമം ക്വാളിറ്റിയിൽ ഞാൻ മസിൽ ഫീൽ ചെയ്ത് ചെയ്യാനേ ശ്രമിക്കും. ഓബിയസ്ലി ചില വർക്കൗട്ട് നമ്മൾ ഇത്രയും ക്വാളിറ്റി ഓഫ് ദ റെപ്പിൽ ചെയ്യാൻ പറ്റൂല, ശരി തന്നെയാണ്. ബെഞ്ച് പ്രസ്സിൽ കൊണ്ട് ഇത്രയും പയ്യെ കൊണ്ട് ചെയ്തിരുന്നാൽ കഴുത്തിൽ കൂടെ വെയിറ്റ് വന്നിരിക്കും. എനിക്കറിയാവുന്ന ഏതാണ്ട് കുറേ ബിഗിനർ പയ്യന്മാരെല്ലാം ഒരു 12, 10, 8 അങ്ങനെയുള്ളൊരു റെപ്പ് റേഞ്ചിലാണ് വർക്കൗട്ട് ചെയ്യണത്. നല്ല കാര്യം. അവർക്ക് ഫൗണ്ടേഷൻ വേണം. 6 മാസം അല്ലെങ്കിൽ ഒരു വർഷം വരെ ഇങ്ങനെ പോയാലേ അവർക്ക് നല്ലൊരു ഫൗണ്ടേഷൻ കിട്ടുള്ളൂ. പക്ഷെ ഞാൻ ഈ പ്ലാൻ സെറ്റ് ചെയ്തത് മെയിൻലി ഒരു ഇന്റർമീഡിയറ്റ് ടു അഡ്വാൻസ്ഡ് ലിഫ്റ്റേഴ്സിന് വേണ്ടിയാണ്. അതിന്റെ കാര്യം ഒരു സമയം എത്തുമ്പോൾ അവർക്ക് മസിൽ ഗെയിൻ ചെയ്യുന്നത് നിൽക്കുകയും അവർക്കൊരു പ്ലേറ്റോ ആവുകയും ചെയ്യും. കാര്യം ഗ്രാഫ് ഇങ്ങനെ കയറി വന്നിട്ട് നേരെ ഒരു ഫ്ലാറ്റ് ലൈൻ ആയി പോകും. അപ്പോൾ അതിൽ നിന്നൊരു മോചനം എന്നുള്ള രീതിയിൽ നമുക്ക് മാക്സിമം മസിൽ സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യുക എന്നുള്ളതിന് റെപ്പിന്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളൊരു കാര്യമേ ഉള്ളൂ. പിന്നെ പ്രോഗ്രസീവ് ഓവർലോഡ്. നമ്മളിനി എന്തൊക്കെ പ്ലാൻ സെറ്റ് ചെയ്താലും, പുഷ് പുൾ ലെഗ് ചെയ്താലും, ബ്രോ സ്പ്ലിറ്റ് ചെയ്താലും, ഇനിയിപ്പോൾ എൻ്റെ പ്ലാൻ തന്നെ ചെയ്താലും പ്രോഗ്രസീവ് ഓവർലോഡ് ഇല്ലാതെ ഒരു കാര്യവും നടക്കൂല. വെയിറ്റ് അപ്പ് ചെയ്യാതെ നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സ്ട്രെങ്തും സൈസും ഉണ്ടാവില്ല. ഞാൻ ഇപ്പോൾ പറഞ്ഞ റെപ്പിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും കുറച്ച് മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന വെയിറ്റിൽ നിന്ന് കുറച്ച് ബാക്കിലോട്ട് എടുക്കേണ്ടി വരും. ഇപ്പം നമ്മൾ പറന്ന് 20 കിലോ ഇട്ട് ബെഞ്ച് പ്രസ് അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ആ 20 കിലോ പയ്യെ മനസ്സറിഞ്ഞ് ഇറക്കി കറക്റ്റാ ചെയ്യുമ്പം അത്രയും വെയിറ്റ് എടുക്കാൻ പറ്റണമെന്നില്ല. വെയിറ്റ് കുറയ്ക്കാനുള്ള ഈഗോക്കൊക്കെ മാറ്റി വെച്ചിട്ട് വെയിറ്റ് കുറയ്ക്കാനുള്ളൊരു മനസ്സവന് വേണം. ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള രീതിയിൽ ഒരിക്കലും നമ്മൾ പോകാൻ പാടില്ല. കാര്യം നമ്മൾ ഇത്രയും വെയിറ്റ് ഇട്ടുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കുമ്പോൾ എങ്ങനെയൊക്കെ വെയിറ്റ് പോകണില്ല, അല്ലെങ്കിൽ പുറമെ പുതിയൊരുത്ത് വന്ന് നിൽക്കുമ്പോൾ വെയിറ്റ് കറക്റ്റായി ചെയ്യണില്ല എന്നുള്ള രീതിയിലൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം നമ്മൾ എന്ത് പ്ലാന് ഫോളോ ചെയ്യണമെന്നുണ്ടെന്ന്. അത് ഭാവിയിൽ അത് നമുക്കൊരു അഡ്വാൻറ്റേജ് തരുമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ ചിന്തിക്കണമെന്ന് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് പ്രോഗ്രസീവ് ഓവർലോഡ് നമ്മൾ കറക്റ്റായി ഫോളോ ചെയ്യണം. എന്താണ് പ്രോഗ്രസീവ് ഓവർലോഡ് എന്ന് ആദ്യം മനസ്സിലാക്കാം. ഇപ്പം ഉദാഹരണത്തിന് നമ്മളൊരു 10 കിലോ ആയിട്ട് ബെഞ്ച് പ്രസ് അടിക്കുകയാണെന്ന് വയ്ക്കും. ഈ ബെഞ്ച് പ്രസ് നമുക്ക് കറക്റ്റായി 10 റപ്പ് അടിക്കാൻ പറ്റണുണ്ട്. കഴിഞ്ഞ ആഴ്ച 10 റപ്പ് വെച്ച് അടിക്കാൻ പറ്റണുണ്ട്. എന്നാൽ ഈ ആഴ്ച അതിൽ ഒരു സൈഡ് 12 കിലോ ഇടുക, 12.5 കിലോ ഇടുക. പിന്നെ വരുന്ന ആഴ്ച അത് 15 ഇടുക. ചിലപ്പോൾ 15 ആഴ്ച 15 ഇടാൻ പറ്റൂല. പക്ഷേ ഈ 10 റപ്പ് എന്നുള്ളത് ഒരു 12 റപ്പ് അടിച്ചാൽ അതൊരു പ്രോഗ്രസീവ് ഓവർലോഡാണ്. വെയിറ്റ് കൂട്ടുന്നത് മാത്രമല്ല പ്രോഗ്രസീവ് ഓവർലോഡ്, റപ്പ് പതിയെ ഇമ്പ്രൂവ് ചെയ്യേണ്ടതും പ്രോഗ്രസീവ് ഓവർലോഡ്. വെയിറ്റ് കൂട്ടിയാലല്ലേ നമ്മൾ വളരുള്ളൂ. ഓരോരുത്തർക്കും അവരവരുടെ ഒരു പൊട്ടൻഷ്യലുണ്ട്. ഇപ്പം എനിക്ക് അറിഞ്ഞൂടാ നിങ്ങൾക്ക് എത്ര വെയിറ്റ് ആണ് എടുത്ത് കറക്റ്റായി പെർഫോം ചെയ്യാൻ പറ്റണമെന്നുള്ളത്. മസിൽ സ്ട്രെസ് വരണ ഒരു വെയിറ്റ് അവരവർക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ ചെയ്യണ ഒരു വെയിറ്റ് എനിക്കറിയാം. ആ വെയിറ്റ് എടുക്കുമ്പോൾ എനിക്ക് ഒരുപാട് പാടുമല്ല, ഒരുപാട് എളുപ്പമല്ല. ആ ഒരു വെയിറ്റ് സെലക്ട് ചെയ്യാനായിട്ട് അവരവർക്ക് മനസ്സിലാവണം. ആ വെയിറ്റ് സെലക്ട് ചെയ്യണം, പ്രോപ്പർ ഫോമിൽ ചെയ്യണം. അത്രേ ഉള്ളൂ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പും 3ാമത്തെ സ്റ്റെപ്പും കൂടെ ഒരുമിച്ച് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. പ്രോഗ്രസീവ് ഓവർലോഡും സെലക്ഷൻ ഓഫ് ദ പ്രോഗ്രസീവ് ഓവർലോഡുമായിട്ട് ഏകദേശം കണക്ട് ആയിരിക്കും സെലക്ഷൻ ഓഫ് ദ വെയിറ്റ്. കാര്യം നമ്മൾ
ഏറ്റവും ചെറിയ വെയിറ്റ് ഇട്ട് നമ്മൾ വളരെ പതുക്കെ ചെയ്താൽ നമുക്കിവിടെ കാര്യമില്ല. കാര്യം അവിടെ മസിൽ സ്ട്രെസ് ഇൻഡ്യൂസ് ആവുന്നില്ല. 10, 8, 6 ഈ ഒരു പാറ്റേണിലാണ് ഞാൻ ഇപ്പോൾ ഫോളോ ചെയ്തുകൊണ്ട് പോകുന്നത്. ഏറ്റവും ഐഡിയലി എന്ന് പറയുന്നത് 6 മുതൽ 12 റെപ്പിന് ഇടയിൽ എവിടെ ചെയ്താലും നമുക്ക് സ്ട്രെങ്തും സൈസും ഹൈപ്പർട്രോഫിയും ഇൻഡ്യൂസ് ആവും. ഈ ഒരുപാട് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കണമെന്നില്ല. നമ്മളെ കൊണ്ട് ഇപ്പൊ ഒരു 100 റെപ്പ് നമുക്ക് അടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അത്രയും മസിൽ കൂടുമെന്നുണ്ടെങ്കിൽ നമുക്ക് 100 റെപ്പ് അടിച്ചുകൂടി. പക്ഷെ 100 റെപ്പ് അടിക്കാൻ പറ്റണുണ്ടോ? നമുക്ക് പറ്റണില്ല. കാര്യം നമുക്ക് അവിടെ മസിലിനകത്ത് ലാക്റ്റിക് ആസിഡ് ഫോം ചെയ്ത് ഫെറ്റീഗ് ആവുകയാണ്. പിന്നെ നമ്മൾ റെസ്റ്റ് എടുത്താലേ നമ്മൾ വളരുള്ളൂ. മോർ ഈസ് നോട്ട് ഓൾവേസ് മോർ, ലെസ് ഈസ് മോർ എന്നാണ് ഞാൻ ഇതിൽ നിന്ന് പഠിച്ച പാഠം. ആക്ച്വലി ഇമാതിരി ക്വാളിറ്റി ആയിട്ട് പതുക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ചെയ്യാനായിട്ട് പറ്റൂല. ചത്താണ് ഇരിക്കുന്നത്. There is something going on inside of his body right now. Put it down. Come on, baby. Come on. That's good. Very good set. ആ പെർഫെക്റ്റ് കേളിന്റെ വീഡിയോ കണ്ടല്ല, അതിൽ ശകലം വെയിറ്റ് വെച്ചിട്ട് എണ്ണം പതുക്കെ കറക്റ്റായിട്ടാണ് ചെയ്തത്. പിന്നെ ഒരു കോഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാത്തിലും പോയി ഈ വേല കാണിക്കാൻ പറ്റൂല. മെഷീനിൽ നമുക്ക് ചെയ്യാം, കാരണം മെഷീൻ അവിടെ വേറൊരു സാധനമായിട്ട് അറ്റാച്ച്ഡ് ആണ്. അതുകൊണ്ട് നമുക്കൊരു സേഫ്റ്റി ഉണ്ട്. ഫ്രീ വെയിറ്റിൽ പോയിട്ട് ഈ വേല കാണിക്കാൻ പറ്റൂല. നമുക്ക് പറ്റുന്നതാണെങ്കിൽ നമുക്ക് ചെയ്യാം. ഫ്രീ വെയിറ്റിൽ ചെറിയ വെയിറ്റ് ഒക്കെ ആണെങ്കിൽ ചെയ്യാം. വലിയ വെയിറ്റ് ഇടുമ്പം അത്രയും റിസ്ക് ഫാക്ടർ ഉണ്ട്. കാര്യം പതുക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് തിരിച്ചെടുത്ത് അതേപോലെ കൊണ്ടുപോകാനുള്ള ഒരു ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ പാർട്ണറിനെ വിളിക്കാം. അപ്പോൾ വീഡിയോയുടെ ഹൈലൈറ്റ് ആയ സ്പ്ലിറ്റ് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. തിങ്കളിൽ തുടങ്ങി ഞായർ വരെ. തിങ്കളാഴ്ച ലെഗ്, ചൊവ്വാഴ്ച ചെസ്റ്റ്, ബുധനാഴ്ച ബാക്ക്, വ്യാഴാഴ്ച റെസ്റ്റ്, വെള്ളിയാഴ്ച ആംസ്, ശനിയാഴ്ച വീണ്ടും ലെഗ്, ഞായറാഴ്ച എല്ലാവർക്കും റെസ്റ്റ് ആണ്, എനിക്കും റെസ്റ്റ് ആണ്. തിങ്കളാഴ്ച വീണ്ടും ചെസ്റ്റ്, ചൊവ്വാഴ്ച വീണ്ടും ബാക്ക്, ബാക്ക് കഴിഞ്ഞിട്ട് വീണ്ടും റെസ്റ്റ് വരെ ആകുമ്പോൾ 10 ദിവസമായി. ഈ 10 ദിവസത്തിനിടയിൽ 3 റെസ്റ്റ് ഉണ്ട്. 7 ദിവസത്തെ വർക്കൗട്ടായി 3 റെസ്റ്റും എനിക്ക് കിട്ടും. അപ്പൊ ഈ 10 ദിവസം എന്നുള്ളതൊന്ന് നിരത്തി എഴുതി നോക്കി. ഇത് സെയിം പാറ്റേൺ ആണ് ഞാൻ ഫോളോ ചെയ്ത് പോണത്. ലെഗ്, ചെസ്റ്റ്, ബാക്ക്, റെസ്റ്റ്, ആംസ്. അതിപ്പോ ഞായറാഴ്ച ഇടയ്ക്ക് ഒരു അവധി പറഞ്ഞുകൊണ്ട് അതിലും നമുക്ക് റെസ്റ്റ് വരും. അങ്ങനെ 10 ദിവസത്തിനിടയിൽ 3 റെസ്റ്റായി. ഞാൻ ഈ പ്ലാൻ പറഞ്ഞപ്പോൾ പലരെയും ഡൗട്ടായിരുന്നു, എവിടെ ഷോൾഡർ, എവിടെ ഷോൾഡർ, എവിടെ സെറ്റാകാം, അതിനും വഴിയുണ്ട്. തിങ്കളാഴ്ച ലെഗാണ്. ലെഗിന്റെ അന്ന് ഞാൻ ലാറ്ററൽ റൈസ് അടിക്കും. 2 സെറ്റ് അടിക്കും. ലോ ആയി പക്ഷി പറക്കണ പോലെ അല്ല, പതുക്കെ മസിൽ ഫീൽ ചെയ്ത് ലാറ്ററൽ സൈഡ് ഫീൽ ചെയ്ത് കറക്റ്റാ ചെയ്യണം. ലാറ്ററൽ ഹെഡ് ആയ തൊട്ടടുത്ത ദിവസം ചെസ്റ്റ് ആണ്. ചെസ്റ്റ് നമ്മൾ പുഷ് ചെയ്യണതിന്റെ അന്ന് ഫ്രണ്ട് ഡെൽറ്റ് ആണ് പിടിക്കുന്നത്. ഫ്രണ്ട് ഡെൽറ്റ് അന്ന് ഞാൻ ചെയ്യും. അതും 2 സെറ്റ്. ഇതിലെ പോണ പെണ്ണുങ്ങളെ നോക്കിക്കൊണ്ടല്ല ചെയ്യണത്, കറക്റ്റ് മനസ്സറിഞ്ഞ് ചെയ്യണം. 3-ാം ദിവസം ബാക്ക് ആണ്. ബാക്ക് ചെയ്യണതിന്റെ അന്ന് നമുക്ക് റെയർ ഡെൽറ്റ് ചെയ്യാം. തൊട്ടടുത്ത ദിവസം റെസ്റ്റ്. വെള്ളിയാഴ്ച ആംസ് ചെയ്യണതിന്റെ അന്ന് ഫ്ലക്സ് ഞാൻ ചെയ്യും. ഇങ്ങനെ ഫോളോ ചെയ്ത് പോകും. ഇതാകുമ്പോൾ എനിക്ക് ആവശ്യത്തിന് റെസ്റ്റും കിട്ടും, എല്ലാ വർക്കൗട്ടും ആയി. എല്ലാ വർക്കൗട്ടും 2 പ്രാവശ്യം ചെയ്യാനും പറ്റും. തിങ്കളാഴ്ച ലെഗ് ആണെങ്കിൽ അടുത്ത വർക്കൗട്ട് ആ ആഴ്ചക്കകത്ത് തന്നെ എനിക്ക് അടുത്ത വർക്കൗട്ട് കിട്ടും. ചെസ്റ്റ് ആണെങ്കിൽ ആ ആഴ്ചക്കകത്ത് തന്നെ എനിക്ക് വീണ്ടും ഒരു ചെസ്റ്റ് വരും. കാര്യം ഒരാഴ്ചക്കകത്ത് 2 പ്രാവശ്യമെങ്കിലും ആ പാർട്ട് ചെയ്താലേ ആ പാർട്ട് ഗ്രോ ആവുള്ളൂ. കാര്യം കോണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ ആ മസിൽ സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. റെപ്പറ്റീഷൻ എന്നാലേ നമ്മൾ ഉദ്ദേശിച്ച ഗോളിലേക്ക് എത്തുള്ളൂ. അവസാനത്തെ ഒരു പോയിന്റായിട്ട് എനിക്ക് പറയാനുണ്ട്, പലർക്കും ഇത്ര ക്ഷമയോടെ പതുക്കെ ചെയ്യാനുള്ള മനസ്സില്ല. പിന്നൊരു കാര്യമുണ്ട്, ഈ സ്പ്ലിറ്റ് ഫോളോ ചെയ്യുമ്പോൾ നെല്ലും പതിരും വേർതിരിച്ചറിയാൻ പറ്റും. ആർക്കൊക്കെ ഇത് ഫോളോ ചെയ്യാൻ പറ്റും, ആർക്കൊക്കെ ഇത് ഫോളോ ചെയ്യാൻ പറ്റൂല എന്ന് നമുക്ക് വഴിയെ കണ്ടറിയാം. അപ്പൊ ഇത്രേ ഉള്ളൂ. ഈ ഡേ സ്പ്ലിറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ചോദിച്ചതിനെ പറ്റിയുള്ളൊരു കൺഫ്യൂഷന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ പറയുക. അടുത്ത വീഡിയോയിൽ ഞാൻ ഏതൊക്കെ വർക്കൗട്ടാണ് ചെയ്യണതെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് ഒരു വീഡിയോയിലായിട്ട് വേണോ, ഓരോ പാർട്ടിന് പല വീഡിയോ ആയിട്ട് ഇടണോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. മെജോറിറ്റി അനുസരിച്ച് എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ടേക്ക് കെയർ ബോയ്സ്.